ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പാപത്തിന് അടിമപ്പെടുമ്പോൾ സാത്താൻ തൻ്റെ അധികാരം ഏറ്റെടുക്കുവാൻ ഇടയായിത്തീരും. ദാവീദ് പാപം ചെയ്തപ്പോൾ നാഥാൻ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, നീ എന്നെ നിരസിച്ചു, ഇത്തിനായ ഊരിയാവിൻ്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തതുകൊണ്ട് വാൾ നിൻ്റെ ഗ്രഹത്തെ ഒരിക്കലും വിട്ടുമാറുകയില്ല. 2 ശമൂവേലിൻ്റെ പുസ്തകം 12-ാം അധ്യായം 10 മുതലുള്ള വേദഭാഗങ്ങൾ. ദാവീദ് പാപം ചെയ്തപ്പോൾ സാത്താൻ അധികാരത്തോടെ ആ ഭവനത്തിൽ കടന്നു വന്നു. ദാവീദ് രഹസ്യത്തിൽ ചെയ്ത പാപം മക്കൾ പരസ്യത്തിൽ ചെയ്തു. ദാവീദ് ഊരിയാവിൻ്റെ ഭാര്യയെ ചതിയിൽ സ്വന്തമാക്കിയപ്പോൾ ദാവീദിൻ്റെ മകൻ അമ്നോൻ സ്വന്തം പെങ്ങൾ താമാറിനെ നശിപ്പിച്ചു. ജാതികളിൽ പോലും ഇങ്ങനെ ഒരു തിന്മയില്ല എന്ന് പറഞ്ഞ് ദാവീദ് വിലപിച്ചു. ദാവീദ് ഊരിയാവിനെ ലഹരി പിടിപ്പിച്ചപ്പോൾ സ്വന്തം മകൻ അബ്ശാലോം മറ്റൊരു സഹോദരനായ അബ്നോന് വീഞ്ഞു നൽകി ലഹരി പിടിപ്പിക്കുവാനും ദാവീദിൻ്റെ പാപത്തിന്മേൽ അധികാരമെടുത്ത് സാത്താൻ ആ ഭവനത്തിലേക്ക് കടന്നു വന്നു എന്ന് കാണുന്നു. പാപം എവിടെയുണ്ടോ അവിടെ സാത്താൻ അധികാരം പറഞ്ഞ് കടന്നു വരും. പാപത്തിന് നേരെ നാം കണ്ണടയ്ക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് അനേകം പാപങ്ങളിൽ വീണുകൊണ്ടിരിക്കുന്നു. ആധുനികമായ മാധ്യമങ്ങൾ വഴി അവർ കാണാൻ പാടില്ലാത്ത പലതും കാണുന്നു. ഫലമോ സാത്താൻ അവരിൽ അധികാരം പറയുന്നു. കുഞ്ഞുങ്ങൾ മാത്രമല്ല, മുതിർന്നവരും ഇങ്ങനെയുള്ള പാപങ്ങളിൽ വീണുകൊണ്ടിരിക്കുന്നു. അവരോട് യെശയ്യാ പ്രവാചകന് പറയുവാനുള്ള ദൂത് ഇങ്ങനെയാണ്: സിയോനിലെ പാപികൾ പേടിക്കുന്നു, വഷളന്മാരായവർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു. നമ്മിൽ ആർ ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൽ പാർക്കും, നമ്മിൽ ആർ നിത്യദഹനങ്ങളുടെ അടുക്കൽ പാർക്കും. നീതിയായി നടന്ന് നേർ പറയുകയും പീഡനത്താലുള്ള ആദായം വെറുക്കുകയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് നിരസിക്കാതെ വണ്ണം കണ്ണ് അടച്ചു കളയുകയും ചെയ്യുന്നവൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 33-ന്റെ 14-15 വാക്യങ്ങൾ. ദോഷത്തെ കണ്ട് രസിക്കാതിരിക്കുന്നവരാണ് സ്വർഗത്തിൽ പോകുക. ദോഷകരമായത് കാണാതിരിക്കാൻ കണ്ണുകൾ അടച്ചു കളയണം. അവർ വ്യഭിചാരിണിയെ കണ്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തിപ്പെടാതിരിക്കുകയും ചെയ്യുന്ന കണ്ണുള്ളവരും സ്ഥിരതയില്ലാത്ത ദേഹികളെ വശീകരിക്കുന്നവരും ദ്രവ്യാഗ്രഹത്തിൽ അഭ്യാസം തികഞ്ഞ ഹൃദയമുള്ളവരുമായ ശാപയോഗ്യന്മാർ. 2 പത്രോസ് 2-ന്റെ 14 ലേവ്യ പുസ്തകത്തിൽ 12 വാക്യങ്ങളിലായി 20 തവണ നഗ്നത കാണരുത് എന്ന് പറയുന്നു. പാപത്തിന് ഒരു പരിധിയുണ്ട്. അധികമായാൽ ദേശം ഛർദ്ദിച്ചു കളയും. ഈ വക മ്ലേച്ഛതകളിൽ വീണു പോകാതിരിപ്പാൻ എന്ത് ചെയ്യണമെന്ന് തിരുവെഴുത്തുകൾ പറയുന്നു. ആകയാൽ നിങ്ങൾക്ക് മുമ്പേ നടന്ന ഈ മ്ലേച്ഛ മര്യാദകളിൽ യാതൊന്നും ചെയ്യാതെയും അവയാൽ അശുദ്ധരാകാതെയും ഇരിപ്പാൻ നിങ്ങൾ എൻ്റെ പ്രമാണങ്ങളെ പ്രമാണിക്കണം. ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു. ലേവ്യ പുസ്തകം 18-ാം അധ്യായം 30 വചനം ഹൃദയത്തിൽ വസിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് അവകാശം പറയും, അധികാരം നടത്തും. പാപം വസിച്ചാൽ സാത്താൻ നമ്മിൽ വസിക്കും, അധികാരം പറയും. യേശു ഇങ്ങനെ പറഞ്ഞു: ശവം ഉള്ളയിടത്ത് കഴുക്കൽ കൂടും. മത്തായി സുവിശേഷം 24-ാം അധ്യായം 28 എന്താണ് ശവം? അത് അനുദപിക്കാത്ത പാപമാണ്. ദൈവസന്നിധിയിൽ അനുദപിച്ച് ഏറ്റുപറയാത്ത പാപമുണ്ടെങ്കിൽ അവ ശരീരത്തിലിരുന്ന് വ്രണമാകും, നാറും. അപ്പോൾ സാത്താനാകുന്ന കഴുകൻ അധികാരം പറയുവാൻ പറന്നു വരും. യൂദായുടെ ലേഖനം 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: എന്നാൽ പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേയുള്ളൂ. ഇവിടെ സാത്താൻ മീഖായേൽ ദൂതനോട് മോശയുടെ മേൽ അധികാരം പറഞ്ഞ് തർക്കിക്കുകയാണ്. അതിന് കാരണം മോശ ദൈവകൽപ്പനയ്ക്കെതിരായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഈ പാറയിൽ നിന്ന് വെള്ളം തരുമെന്ന് പറഞ്ഞ് വടിയെടുത്ത് 2 തവണ പാറയെ അടിച്ചു. ഈ ഒരു ചെറിയ പാപത്തിന് അവകാശം പറഞ്ഞ് സാത്താൻ മീഖായേലിനോട് തർക്കിക്കുകയാണ്. ഇത്രയും വിശുദ്ധനായി ജീവിച്ച മോശയുടെ മേൽ സാത്താൻ അധികാര അവകാശം പറഞ്ഞുവെങ്കിൽ പാപത്തിൽ വീണു പോകുന്നവർക്ക് വേണ്ടി സാത്താൻ എന്തുമാത്രം അവകാശങ്ങളും അധികാരങ്ങളുമായി കടന്നു വരുമെന്ന് നാം ചിന്തിക്കണം. മോശ ചെയ്ത പാപത്തിന് ദൈവം ശിക്ഷ നൽകി. 40 വർഷം കഷ്ടപ്പെട്ട് തീവ്രമായ അനുഭവത്തിൽ കൂടി ഇസ്രായേൽ ജനത്തെ നയിച്ചിട്ടും മോശയ്ക്ക് കനാൻ നാട്ടിലേക്ക് പ്രവേശിക്കുവാൻ ഭാഗ്യമില്ലാതെ ഈ ലോകത്തിൽ നിന്നും വിടവാങ്ങേണ്ടി വന്നു. ചെയ്യുന്ന പാപങ്ങൾക്ക് ദൈവം നമുക്ക് ബാലശിക്ഷ നൽകി നമ്മെ ശുദ്ധീകരിക്കും. അത് സാത്താൻ നമ്മിൽ അവകാശം പറയാതിരിക്കാൻ വേണ്ടിയാണ്. വിധിക്കപ്പെടുന്നു എങ്കിലോ നാം ലോകത്തോട് ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് കർത്താവ് നമ്മെ ബാലശിക്ഷ കഴിക്കുകയാകുന്നു.
1 കൊരിന്ത്യർ 11:32. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയും അരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു, താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്പാദിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? പ്രായർക്കെതിരെ 12:5-6 അപ്പൻ ശിക്ഷിക്കുന്നത് അപ്പൻ്റെ അവകാശികളാകുവാൻ, മക്കളെ തിരിച്ചു ലഭിക്കുവാനാണ്. സാത്താൻ അധികാരം പറയാതിരിക്കാൻ വേണ്ടിയാണ്. സാത്താൻ രാപ്പുകൾ നമ്മെക്കുറിച്ച് ദൈവസേനയിൽ കുറ്റം പറയുന്നവനാണ്. എന്നാൽ സ്വർഗം അവനെ തള്ളിയിടും. നമ്മുടെ സഹോദരന്മാരെ, രാപ്പുകൾ ദൈവസേനയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. വെളിപ്പാട് പുസ്തകം 12:10. സാത്താൻ നമ്മുടെ സന്തോഷം മോഷ്ടിക്കുവാൻ വരുന്നു. സ്വർഗത്തിൽ നിന്നും തള്ളപ്പെട്ട സാത്താന് സന്തോഷം കിട്ടുവാൻ യാതൊരു വഴിയുമില്ല. നമ്മിൽ നിന്നും, നമ്മുടെ കുടുംബത്തിൽ നിന്ന് സന്തോഷം അവൻ കവർന്നെടുക്കും. ഭിന്നതയും കലകവും ഉണ്ടാക്കി ഭവനങ്ങൾ മുടിപ്പിക്കും. അതിനുവേണ്ടി അവൻ ഭൂമിയിൽ ഊടാടി നടക്കുന്നു. യേശു പറഞ്ഞു, മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനും അല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. യോഹന്നാൻ 10:10. പാപത്തിൽ നിന്ന് ഓടി ഒളിക്കാം, സാത്താൻ അധികാരം പറയാതിരിക്കാൻ ജീവിത വിശുദ്ധിയോടെ ജീവിക്കാം. അപ്പോൾ പരിശുദ്ധാത്മാവിൽ നമ്മിൽ വസിക്കും. അപ്പോൾ സ്വർഗം നമ്മെക്കുറിച്ച് സാത്താനോട് പറയും, ഇവർ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ, അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപിൽ ഇരിക്കും. സാത്താൻ അധികാരം എടുക്കാതിരിപ്പാൻ, വിശുദ്ധിയോടെ ജീവിക്കാം, സകല പാപങ്ങളും ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ദൈവമക്കളായി തീരാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com